അള്ളാഹു അല്ലാത്ത വസ്തുക്കളെയോ ഒരു കാരണവശാലും അള്ളാഹുവിന് പകരം നിങ്ങൾ ആക്കരുത്. അള്ളാഹ്ക്ക് പാർട്ട്ണർമാരാക്കരുത്, അഭയമാക്കരുത്, ആശ്രയമാക്കരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീക ലഹ്. ഇത് ആയിരക്കണക്കിന് വർഷം ഏന്തി കൊണ്ടുവന്ന പാരമ്പര്യത്തിന്റെ സ്വത്താ. ഇതെന്റെയും നിങ്ങളുടെയും കയ്യിലാ. ഇതിന്റെ ഇടയിലേക്ക് അള്ളാഹുവിന് പകരക്കാരെയാക്കിക്കൊണ്ട് ദൈവങ്ങളെയും ദേവികളെയും ശൈഖുമാരെയും തങ്ങന്മാരെയും ബാവമാരെയും ബീവിമാരെയും ഭഗവാന്മാരെയും ഭഗവതികരെയും ഇടക്ക് കൊണ്ടുവന്നത് ആരാ നമുക്ക് മനസ്സിലാകുന്നില്ല. ചരിത്രത്തിൽ അതിന് യാഥാർത്ഥ്യം കാണുന്നില്ല, പ്രമാണങ്ങളുടെ പിൻബലങ്ങളുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ പാരമ്പര്യവാദികൾ സമ്പ്രദായങ്ങളെ നിലനിർത്താൻ ദീനുൽ ഇസ്ലാമിനെ ദുരുപയോഗപ്പെടുത്തി ഭൂരിപക്ഷത്തെ അണിയിച്ചപ്പോൾ ആദർശത്തിന്റെ ന്യൂനപക്ഷത്തിന് നിലനിൽപ്പില്ലാതായി പോയിട്ടുണ്ട്. ഇല്ല, ആദർശത്തിന്റെ നൂറ്റാണ്ടാണ് 21-ാം നൂറ്റാണ്ട്. പാരമ്പര്യവാദികൾ തകരും, ആദർശം വിജയിക്കും. അതിന്റെ നാളുകൾ വരാനിരിക്കുന്നു. ആണിൽ പെണ്ണിൽ 250 കോടിയോളം വരുന്ന മുസ്ലിമിൽ 700 കോടിയോളം വരുന്ന മനുഷ്യരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാഥാർത്ഥ്യമാകണം, മുഹമ്മദുർ റസൂലുള്ളാഹി പ്രകാശിക്കണം. എന്നിട്ട് ഖിയാമത്ത് നാൾ സംഭവിക്കുകയുള്ളൂ. ഉമ്മത്തിനെ സംബന്ധിച്ചോളം പ്രത്യാശയുടെ കാലമാണ്, നിരാശയുടെ കാലമല്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, സഹോദരന്മാരെ, ഈ പ്രസ്ഥാനത്തിന്റെ ബന്ധുക്കളെ, പ്രവർത്തകന്മാരെ, നിരാശപ്പെടാൻ സമയമായിട്ടില്ല. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത് വരെയും പ്രത്യാശയുടെ സമയമാണ്. ഈസാ നബി വന്നു പോയതിന് ശേഷമേ നിരാശയുടെ സമയം ആരംഭിക്കുകയുള്ളൂ. സൂര്യൻ പടിഞ്ഞാറൻ ഉദിക്കലോടെ ക്ലോസ് ചെയ്യാണ് അല്ലാഹു തആല ഹിദായത്തിന്റെ വഴി. പിന്നെ അങ്ങോട്ടാണ് ദുരിതം. അതുവരെ സന്തോഷമാണ്, പ്രതാപമാണ്, ഐശ്വര്യമാണ്. അങ്ങിങ്ങായിട്ട് നടക്കുന്ന സംഭവങ്ങൾ ശൈത്താന്റെ വേലകളാണ്. അവൻ നമ്മളെ പേടിപ്പിക്കുകയാണ്. പേടിക്കരുത്, ഇത് വെറും വെള്ളത്തിലെ കുമിള മാത്രമാണ്. അത് പൊട്ടും, അല്ലാഹുവിന്റെ കലിമ വളരും. ലോകം മുഴുവനും നാം കാണുന്നു. ഓസ്ട്രേലിയയിൽ കാണുന്നു, അമേരിക്കയിൽ കാണുന്നു, അതേപോലെ തന്നെ യൂറോപ്പിൽ കാണുന്നു, ആഫ്രിക്കയിൽ കാണുന്നു, ഏഷ്യയിൽ കാണുന്നു, ഇന്ത്യയിൽ കാണുന്നു, കേരളത്തിൽ കാണുന്നു, കാഞ്ഞങ്ങാട്ടും കാണുന്നു. ലോകം മുഴുവൻ വഹ്ദാനിയത്തിന്റെ ശബ്ദം, റിസാലത്തിന്റെ ശബ്ദം. അതുകൊണ്ടല്ലേ ബഹുമാനമുള്ള സഹോദരങ്ങളെ, 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, ഈമാൻ സഹിഹാക്കിക്കൊള്ളുക. 2, അമലുകൾ കബൂലാക്കാൻ മെനക്കെട്ടുകൊള്ളുക. ഈമാൻ സഹിയാകുന്നത് എപ്പോഴാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുമ്പോഴാണ്. അമലുകൾ കബൂലാകുന്നത് എപ്പോഴാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി പഠിക്കുമ്പോഴാണ്. പഠിക്കുക, മനസ്സിലാക്കുക. ഈമാനിലേക്ക്, വഹദാനിയത്തിലേക്ക്, തൗഹീദിലേക്ക്, റിസാലത്തിലേക്ക്, സുന്നത്തിലേക്ക്, കുഫറിലേക്കല്ല, ശിർക്കിലേക്കല്ല, ബിദ്അത്തിലേക്കല്ല, ഒന്നിലേക്കുമല്ല. അങ്ങോട്ടാണ് ക്ഷണിക്കുന്നത്. പാഴാക്കണ്ട കാലം വളരെ കുറച്ചാണ്. കഴിഞ്ഞുപോയ കാലഘട്ടം കൂടുതലാണ്. അല്ലാഹു അല്ലാത്ത വ്യക്തികളോ ശക്തികളോ വസ്തുക്കളോ ദൈനംദിന ജീവിതത്തിന്റെ പ്രശ്നങ്ങളുമായി ഇടപെടുമ്പോൾ വന്നു ചേരുകയും മനസ്സിനെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ല, ഞാൻ അള്ളാഹുവിന്റെ വഹദാനിയത്ത് അംഗീകരിച്ചവനാണ്. അള്ളാഹു അല്ലാത്ത ശക്തിയെയോ വ്യക്തിയെയോ വസ്തുവിനെയോ ആശ്രയിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്ത ഒന്നിനോടും എന്റെ പ്രശ്നങ്ങൾ ഞാൻ ചോദിക്കുന്ന പ്രശ്നവുമില്ല. ഞാൻ അള്ളാഹുവിൻ്റെതാ, ഞാൻ അള്ളാഹുവിനേക്കാൾ, ഞാൻ അള്ളാഹുവിൽ നിന്നാണ്. ഈമാൻ സഹിയാക്കേണ്ട വഴിയാണത്. ഉടൻ മുഹമ്മദുർ റസൂലുള്ളാഹിയിൽ 1-ാം സ്ഥാനം 5 നേരത്തെ നിസ്കാരത്തിനാണ്. ഈമാനെ താങ്ങി നിർത്താനുള്ള താക്കത്ത് 5 നേരത്തെ നിസ്കാരത്തിനുള്ളതുപോലെ വേറൊരു അമലിനുമില്ല. ഹജ്ജിനെ കൊണ്ടോ നോമ്പിനെ കൊണ്ടോ സക്കാത്തിനെ കൊണ്ടോ ഈമാനെ ഡയറക്റ്റ് ആയിട്ട് താങ്ങി നിർത്താൻ പറ്റുകയില്ല, 5 നേരത്തെ നിസ്കാരത്തെ കൊണ്ടല്ലാതെ. 5 നേരത്തെ നിസ്കാരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നോമ്പ് നോച്ചിട്ട് ഈമാൻ രക്ഷപ്പെടുത്താമെന്നാരും കരുതണ്ട. ഹജ്ജ് ചെയ്തിട്ട് രക്ഷപ്പെടുത്താമെന്ന് കരുതണ്ട. സക്കാത്തും സദക്കയും കൊടുത്തിട്ട് രക്ഷപ്പെടുത്താമെന്ന് കരുതണ്ട. എന്തുകൊണ്ട്? ഈമാനുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ 5 നേരത്തെ നിസ്കാരത്തിന് മാത്രമേ ഉള്ളൂ. നോമ്പിനും സക്കാത്തിനും ഹജ്ജിനും ഈമാനുമായി ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. എന്ന് വെച്ചാൽ ഒരാൾ കൃത്യമായി നോമ്പ് വെക്കുന്ന ആളാണ്, അയാൾ 5 നേരം നിസ്കരിക്കാറില്ല. വല്ലാഹി നമ്പുരാനെ തന്നെയാണ് സത്യം, നാളെ ആഖിറത്തിൽ അദ്ദേഹത്തിന്റെ നോമ്പ് റെക്കോർഡിൽ ഉണ്ടാവുകയില്ല. ഒരാൾ എല്ലാ വർഷവും ഹജ്ജ് ചെയ്യുന്ന ആളാണ്, എല്ലാ മാസവും ഉംറ ചെയ്യുന്ന ആളാണ്, പക്ഷെ അദ്ദേഹം 5 നേരം നിസ്കരിക്കാറില്ല. വല്ലാഹി നമ്പുരാനെ തന്നെയാണ് സത്യം, ഒരു ഹജ്ജും ഒരു ഉംറയും നാളെ റെക്കോർഡിൽ ഉണ്ടാവുകയില്ല. ഒരാൾ സക്കാത്ത് കൊടുക്കുന്ന ആളാണ്, സദക്ക ചെയ്യുന്ന ആളാണ്, പള്ളി എടുക്കുന്ന ആളാണ്, മദ്രസ എടുക്കുന്ന ആളാണ്, യതീംഖാന നടത്തുന്ന ആളാണ്, മിസ്കിൻഖാന നടത്തുന്ന ആളാണ്, പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്ന ആളാണ്, യതീമക്കൾക്ക് ചോറ് കൊടുക്കുന്ന ആളാണ്, സാധുക്കൾക്ക് വസ്ത്രം കൊടുക്കുന്ന ആളാണ്, എല്ലാമാണ്, കോടികളാണ് ചെലവാക്കുന്നത്. 5 നേരം നിസ്കരിക്കുകയില്ല. വല്ലാഹി സുമ്മ വല്ലാഹി, 1 ഉറുപ്പിക ഒരു നാളെ ആഖിറത്തിൽ റിക്കാർഡിൽ ഉണ്ടാവുകയില്ല. എന്തുകൊണ്ട്? നിസ്കാരവുമായി ബന്ധമില്ലാത്ത അമലുകൾ റിക്കാർഡിൽ വരണമെങ്കിൽ ഈമാന്റെ സപ്പോർട്ട് വേണം.
ഈമാന്റെ സപ്പോർട്ട് മറ്റുള്ള അമലുകൾക്ക് കിട്ടണമെങ്കിൽ അതിന് നിസ്കാരം ഷർത്താൻ. തെളിവ് ബൈനൽ അബ്ദി വൽ കുഫ്രി തർക്കുസ്സലാഹ്. ബൈനൽ അബ്ദി വൽ കുഫ്രി തർക്കുസ്സലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുർ റസൂലുള്ളാഹിനെ ഏർപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ വഹദാനിയത്തിൽ നമ്മുടെ മനസ്സിനെ താങ്ങി നിർത്താൻ ഏറ്റവും വലിയ ശക്തി നൽകി ആദരിച്ചത് 5 നേരത്തെ നിസ്കാരത്തിനാണ്. ഖുൽ ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. ഈമാൻ നിസ്കാരം അടിസ്ഥാന മുദ്രാവാക്യം അതായിരിക്കും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. നമുക്ക് തീരുമാനമെടുക്കാം, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എനിക്കും നിങ്ങൾക്കുമെല്ലാം ഇന്ന് ഈ സായത്ത് മുതൽ അങ്ങോട്ട് അല്ലാഹു അല്ലാത്തൊരു ശക്തിയെയോ അല്ലാഹു അല്ലാത്തൊരു വ്യക്തിയെയോ അല്ലാഹു അല്ലാത്തൊരു വസ്തുവിനെയോ എന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിക്കും എന്ന വിശ്വാസത്തോടുകൂടി ഞാൻ അള്ളാഹ്ക്ക് പകരമാക്കുന്ന പ്രശ്നമില്ല, അവരുടെ മുമ്പിൽ കുമ്പിടുന്ന പ്രശ്നമില്ല, അവരുടെ അപേക്ഷിക്കുന്ന പ്രശ്നവുമില്ല. എന്തുകൊണ്ട്? അവർക്കാർക്കും ഉടമസ്ഥതാധികാരമില്ല, എന്റെ അള്ളാഹ്ക്കേ ഉള്ളൂ. അവർക്കാർക്കും നിർമ്മാണാധികാരമില്ല, എന്റെ അള്ളാഹ്ക്കേ ഉള്ളൂ. അവർക്കാർക്കും നിയന്ത്രണാധികാരമില്ല, എന്റെ അള്ളാഹ്ക്കേ ഉള്ളൂ. എങ്കിൽ ഇതൊന്നും ഇല്ലാത്തവരെ ഞാൻ പോയിട്ട് കാണുന്നത് എന്തൊരു വിഡിത്തമാണ്. അതുകൊണ്ട് ഞാൻ വിഡിത്തം ചെയ്യില്ല, ഞാൻ എന്റെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നു. അതേപോലെ എന്റെ അള്ളാഹിനെ എപ്പോഴും പിടിച്ചു നിർത്തണമെങ്കിൽ, എന്റെ അള്ളാഹിനെ അനുകൂലമാക്കി നിർത്തണമെങ്കിൽ ദുനിയാവിലും എന്റെ അള്ളാഹ് എന്റെ ഒന്നിച്ചു വേണം, ആഖിറത്തിലും എന്റെ അള്ളാഹ് ഒന്നിച്ചു വേണം. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ, മുഹമ്മദുർ റസൂലുള്ളാഹ്. അഷ്റഫുൽ ഖൽഖിന്റെ സുന്നത്ത് ജീവിതത്തിന്റെ നാനാന്മുഖമായ ഭാഗങ്ങളിൽ സന്നിവേശിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ അങ്ങോട്ട് 5 നേരത്തെ നിസ്കാരം അടക്കം ബാക്കിയുള്ളതിന് മുഴുവനിലും അത് ഈമാനിയാത്ത് വിശ്വാസ പ്രമാണങ്ങളിലാവട്ടെ, ഇബാദാത്ത് അനുഷ്ഠാന പ്രമാണങ്ങളിലാവട്ടെ, മുഅമലാത്ത് കൊടുക്കൽ വാങ്ങലുകൾ ബിസിനസ്സുകൾ ഇടപാടുകളിലാവട്ടെ, മുആശറാത്ത് ബന്ധങ്ങളിലാവട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇത് തീവ്രമായി പാലിച്ച് മരിക്കാൻ ഞാൻ തീർച്ചയായും പരിശ്രമിക്കും എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ സമയത്ത് നിയ്യത്ത് ചെയ്ത് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് തൽക്കാലം പിരിയാം. എന്താ ശക്തമായൊരു ഇൻഷാ അല്ലാഹ് പറയാമോ? ഇൻഷാ അല്ലാഹ്. അള്ളാഹു എന്നെയും സഹായിക്കട്ടെ, നിങ്ങളെയും സഹായിക്കട്ടെ. ഈ ഇരിക്കുന്ന ആണ് പെണ്ണടക്കം ഉമ്മത്തിനെ മുഴുവനും അള്ളാഹു തആല സഹായിക്കട്ടെ. ഇതിന് അവസരമുണ്ടാക്കി തന്ന ഇവിടുത്തെ തൗഹീദിന്റെ പ്രഥമ പ്രവർത്തകന്മാർ ഈ എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് ഉമ്മത്തിന് അങ്ങോട്ട് അള്ളാഹുവിലേക്ക് തവജ്ജുഹ് ചെയ്യിപ്പിക്കാൻ വസ്തുവകകളെ അള്ളാഹുവിന്റെ കുദ്റത്തുകളും റസൂലുള്ളാഹി തങ്ങളുടെ റിസാലത്തിന്റെ ഭാഗങ്ങളും ഇതെല്ലാം മനുഷ്യ മനസ്സിനെ അള്ളാഹുവിന്റെ ഇബാദത്തിലേക്ക് അബദിയത്തിലേക്ക് ക്ഷണിക്കുന്നതിനുള്ള വേദികൾ. ഈ ഇടയിൽ അള്ളാഹുവിനെ പറ്റി കേൾക്കാൻ, ഹബീബിനെ പറ്റി കേൾക്കാൻ, ഇച്ചിരി സംസാരിക്കാൻ, ചർച്ച ചെയ്യാൻ അവസരമുണ്ടാക്കി തന്നവർ എല്ലാവർക്കും അള്ളാഹു തക്ക പ്രതിഫലം തന്ന് അനുഗ്രഹിക്കട്ടെ. എനിക്കും നിങ്ങൾക്കും ആ കൂടിയിരിക്കുന്ന സഹോദരിമാർക്കും എന്റെയും നിങ്ങളുടെയും ഈ കൂടിയിരിക്കുന്ന സർവരുടെയും കുടുംബം, ബന്ധം, കുടുംബക്കാർ, ബന്ധുക്കൾ, കൂട്ടുകാർ, അയൽവക്കക്കാർ, നാട്ടുകാർ, വീട്ടുകാർ എല്ലാവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ വരുന്ന കാലഘട്ടം എത്ര ബാക്കിയുണ്ടെന്നറിയില്ല. 100 കൊല്ലം കഴിഞ്ഞു പോയാലും 1 കൊല്ലം, 1 ദിവസം അള്ളാഹ്ക്ക് മതി അതിന് പകരം വെക്കാൻ. ആ ഒരു ദിവസത്തിന് വേണ്ടി ജീവിക്കാൻ സർവ്വസൗഭാഗ്യങ്ങളും അള്ളാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം വറഹ്മനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.